കുഞ്ഞു കുട്ടികൾക്ക് 3 മാസം മുതലേ പാലും ബിസ്ക്കറ്റും ഒക്കെ കൊടുക്കുന്നതിന് യാതൊരു തര പ്രോബ്ലംസും ഇല്ല. ഞങ്ങളുടെ കാലത്തൊക്കെ 3 മാസം മുതൽ ബിസ്ക്കറ്റും പാലും തേനും ഒക്കെ കൊടുത്തിരുന്നു. ഇപ്പോഴൊക്കെ അവർ വലുതായി യാതൊരു തര ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതെ. ഈ ഒരു ഡയലോഗ് മിക്ക ന്യൂ മോംസും കേട്ടിട്ടുണ്ടാകും. അന്നത്തെ കാലത്ത് അങ്ങനെ ഒരു പതിവുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് കൂടുതൽ ശാസ്ത്രീയമായിട്ടുള്ള അറിവുണ്ട്. കുഞ്ഞ് ജനിച്ച് ആദ്യ 6 മാസം വരെ കുഞ്ഞിന്റെ ദഹന വ്യവസ്ഥ പൂർണ്ണമായിട്ടും വളർന്നിട്ടുണ്ടാവില്ല. ബിസ്ക്കറ്റോ പഴമോ തേനോ നേരത്തെ തുടങ്ങുന്നത് അത് ദഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചില കുഞ്ഞുങ്ങൾക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസും അണുബാധയും വയറിളക്കവും കോൺസ്റ്റിപ്പേഷനും കുട്ടി പാല് കുടിക്കുന്നത് കുറയാനും ഇത് ഇടയാക്കുന്നുണ്ട്. അതിനാലാണ് ലോകാരോഗ്യ സംഘടനയും ശിശുരോഗ വിദഗ്ധരും 6 മാസം വരെ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് വേണമെന്ന് പറയുന്നത്. നമ്മുടെ മുതിർന്നവർക്ക് അന്നുണ്ടായ അറിവ് അനുസരിച്ചാണ് അങ്ങനെ ചെയ്തത്. പക്ഷെ ഇന്ന് ശാസ്ത്രം വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇന്ന് നമുക്കുള്ള അറിവ് ഉപയോഗിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും മികച്ച തുടക്കം നൽകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പണ്ട് ഇങ്ങനെയായിരുന്നു എന്നതിനേക്കാൾ ഇന്ന് ഏറ്റവും നല്ലത് എന്താണെന്നാണ് ഓരോ മാതാപിതാക്കളും അറിഞ്ഞിരിക്കേണ്ടത്. കാരണം ഓരോ കുഞ്ഞിന്റെയും ജീവിതത്തിലെ ആദ്യ 6 മാസം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് തിരികെ കിട്ടില്ല. ആ 6 മാസത്തിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഓരോ കുഞ്ഞിന്റെയും ഭാവി ആരോഗ്യത്തെ സ്വാധീനിക്കും. അമ്മയുടെ പാലിൽ കുഞ്ഞിനാവശ്യമായിട്ടുള്ള വെള്ളവും പോഷക ഗുണങ്ങളും രോഗപ്രതിരോധ ഘടകങ്ങളും ഉണ്ട്. പാൽ ശരിക്കും കുഞ്ഞിന് മതിയാകുന്നില്ല എന്ന് ഡോക്ടർ സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ ചില സാഹചര്യങ്ങളിൽ ഫോർമുല മിൽക്ക് നമുക്ക് കൊടുക്കാവുന്നതാണ്. അല്ലാതെ ബിസ്ക്കറ്റും പാലും തേനും പഞ്ചസാര വെള്ളവും ഒന്നുമല്ല കുഞ്ഞിന് ആവശ്യമായിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറോട് ചോദിച്ചതിനു ശേഷം മാത്രം തീരുമാനമെടുക്കുക.